ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പ്ലാൻ കെയർ സീരീസിലെ 19ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കറ്റാർവാഴയെ പറ്റിയാണ്. അലോവേര അല്ലെങ്കിൽ കറ്റാർവാഴ എന്നറിയപ്പെടുന്ന ഈ ചെടി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും മിക്കവാറും കാണും. ഇനി അഥവാ ആരുടെയും വീട്ടിലില്ലെങ്കിൽ നിർബന്ധമായും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ്. അപ്പോൾ കറ്റാർവാഴയുടെ ഹെൽത്ത് ബെനിഫിറ്റിനെ പറ്റിയും യൂസസിനെ പറ്റിയിട്ടൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ കറ്റാർവാഴയെ പറ്റി എന്നാലും ഒന്ന് ഷോർട്ടായിട്ട് പറയാം. കറ്റാർവാഴ ഒരുവിധം സ്കിൻ പ്രോബ്ലംസിനും പിന്നെ ഹെയർ പ്രോബ്ലംസിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല പലവിധം കോസ്മെറ്റിക്സിലും ബേസായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അലോവേര. നമ്മൾ പരസ്യമൊക്കെ കാണാറുണ്ടല്ലോ, സോപ്പിലും ഷാമ്പൂവിലും ഒക്കെ. അപ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കറ്റാർവാഴ. അപ്പോൾ കറ്റാർവാഴയുടെ ഈ നീര്, അതായത് ഈ ലീഫിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് പോലെയുള്ളത്, ജെല്ലി പോലെയുള്ള ഭാഗമാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ സ്കിന്നിലൊക്കെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. പലവിധ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. പക്ഷെ അതിന് ഞാൻ അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റില്ല അത്. എന്നെപ്പോലെയൊക്കെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ വളരെ പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട് കറ്റാർവാഴ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ അതല്ലാതെ ഹെയർ കെയറിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഒരുവിധം ഹെയർ പ്രോബ്ലംസും ഹെയർ ഫോളും ഒക്കെ കൺട്രോൾ ചെയ്യാനും എണ്ണ കാച്ചിയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് കറ്റാർവാഴ. അപ്പോൾ കറ്റാർവാഴയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ കറ്റാർവാഴ വീട്ടിൽ നട്ട് വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ എൻ്റെ ഈ പ്ലാന്റ് നിങ്ങൾ കണ്ടല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല ഏജ് ഉണ്ട് ഈ പ്ലാന്റിന്, ഒരു 3-4 ഇയേഴ്സ് ആയിട്ടുണ്ട് എന്താണെങ്കിലും. പിന്നെ ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, നല്ല ഫ്ലഷിയാണ്, നല്ല ഗ്രീൻ കളറുമാണ്, നല്ല ഹൈറ്റിൽ നീളത്തിൽ പോയിട്ടുണ്ട് ഓരോ ലീഫും. അപ്പോൾ ഇത് എൻ്റെ അടുത്തുള്ള വേറൊരു പ്ലാന്റാണ്. അപ്പോൾ അത് നമ്മൾ ബാൽക്കണിയിൽ വെച്ചിരിക്കുകയാണ്. അതും ആദ്യം കാണിച്ച പ്ലാന്റും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടല്ലോ. ആദ്യത്തെ പ്ലാന്റിന് ആവശ്യത്തിന് മാത്രം സൺലൈറ്റ് കിട്ടുന്നതാണ്. ഈ ഒരു പ്ലാന്റ് കുറച്ച് വെയിലത്തായിരുന്നു. ഇത് ഞാനൊരു തെർമോക്കോളിൻ്റെ ബോക്സിൽ വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റാണ്. അധികം ആഴമൊന്നുമില്ല ഈ വെച്ചിട്ടുള്ള ബോക്സിന്. നമ്മളിതിൻ്റെ സൺലൈറ്റിനെ പറ്റി ആദ്യം നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, അധികം സൺലൈറ്റ് ആവശ്യമില്ല, എന്നാൽ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സൺലൈറ്റ് വേണം താനും. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കറ്റാർവാഴ വെക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മാത്രമല്ല കറ്റാർവാഴ എന്ന് പറയുന്നത് ഒരു ഡ്രൈ ആയിട്ടുള്ള മണ്ണിൽ അല്ലെങ്കിൽ കുറച്ച് വേരോട്ടം സാധ്യമായ തരത്തിലുള്ള ഇളക്കമുള്ള മണ്ണിൽ വളരുന്ന ഒരു ചെടിയാണ്. പിന്നെ നമ്മൾ ഒരുപാട് വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകളുടെയൊക്കെ കളറ് മാറി കുറച്ച് നല്ലപോലെ ഒരു മഞ്ഞ കളറ് വരാൻ തുടങ്ങും. ഇനി വാട്ടറിങ്ങിനെ പറ്റി പറയുമ്പോൾ, വാട്ടറിങ് ആവശ്യത്തിന് വെള്ളം വേണം, എന്നാൽ അധികമായി കഴിഞ്ഞാൽ തണ്ടുകൾ ചീഞ്ഞ് ഇലകൾ ഓരോന്നായി കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. അപ്പോൾ മണ്ണ് നമ്മൾ എപ്പോൾ നോക്കുമ്പോഴും കുറച്ച് മണലുള്ള തരത്തിലുള്ള മണ്ണ് എടുക്കണം. നമ്മൾ വീട്ടിലൊക്കെ പിന്നെ കറ്റാർവാഴ പുതിയതായിട്ട് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ചരൽ മിക്സ് ചെയ്ത് നടുക, അല്ലെങ്കിൽ നല്ല മണൽ മിക്സ് ചെയ്തിട്ട് നടണം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വേരിനൊന്നും ക്ഷതം സംഭവിക്കാത്ത രീതിയിൽ മണ്ണ് ഇളക്കി കൊടുക്കുകയും വേണം കറ്റാർവാഴയ്ക്ക്. ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ നോക്കാം. ഇപ്പോൾ സാധാരണയായി കറ്റാർവാഴ ചെടിയുടെ അടിയിൽ മുളച്ച് വരുന്ന ചെറിയ ചെറിയ തൈകളിൽ നിന്നാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാറ്. ലീഫിൽ നിന്നൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്കിതുവരെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെയ്ത് നോക്കിയിട്ട് ശരിയായിട്ടില്ല. അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെയാണ് മാറ്റി നടാറ്. അത്യാവശ്യം ഏജായ ഒരു പ്ലാന്റിൻ്റെ അടിയിൽ നല്ലപോലെ വലുതായ അല്ലെങ്കിൽ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള തൈയാകുമ്പോൾ അതിനെ മാറ്റിവിടും. അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലഷ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ജെല്ല് കണ്ടില്ലേ, നല്ല ഗ്രീൻ കളറായിട്ടുള്ള ജെല്ലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൊരു മഞ്ഞ കളർ ഒരു ലിക്വിഡ് വരും. കുറച്ച് സമയം നമ്മളതിങ്ങനെ എവിടെയെങ്കിലും ചാരി വെച്ചതിന് ശേഷമാണ് ആ ജെല്ല് നമ്മൾ യൂസ് ചെയ്യുക. ചാരി വെക്കുമ്പോൾ ആ ഒരു മഞ്ഞ കളറിലുള്ള ഒരു ആസിഡ് പോലത്തെ ഒരു മെറ്റീരിയൽ അത് താഴേക്ക് ഇങ്ങനെ പോകും. പിന്നെ ഇനി നമ്മൾ നോക്കുന്നത് അതിൽ വരുന്ന ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് പുറത്ത് മഴയത്തിരുന്ന പ്ലാന്റാണ്. പഴയ ഒരു ബക്കറ്റിൽ വെച്ചതാണ്. ആ ബക്കറ്റൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ സാധാരണയായിട്ട് എണ്ണ കാച്ചാനും എല്ലാത്തിനും എടുത്തുകൊണ്ടിരുന്നത്. അതാണ് ലീഫൊക്കെ ഇങ്ങനെ കട്ടായിട്ട് പോയിട്ടുള്ളത്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഓരോ പാടുകൾ ഒന്നുകിൽ നമ്മളുടെ കയ്യിൽ നിന്ന് വരുന്ന ഓരോ ക്ഷതങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന ബ്രേക്കേജിൽ നിന്നുണ്ടാവുന്ന പ്രോബ്ലംസാണ്. പിന്നെ അത് ഇൻഫെക്ഷനായിട്ട് അങ്ങനെ ചെടി നശിച്ചു പോവും. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഫംഗിസൈഡൽ ഏതെങ്കിലും സ്പ്രേ നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഹോം മെയ്ഡ് റെമഡീസിനേക്കാളൊക്കെ ഉപകാരപ്പെടുക നമ്മൾ ഫംഗിസൈഡൽ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും.
പിന്നെ നമുക്ക് ഒന്ന് റീപോട്ടിങ് നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് ഞാൻ റീപോട്ട് ചെയ്യാൻ പോണത്. ഇത് കണ്ടില്ലേ, ഇതൊരു ഫ്ലാസ്കിൻ്റെ ഒരു അടപ്പായിരുന്നു. അതിലാണ് ഞാൻ ചെറിയൊരു തൈ വെച്ചത്. കുറേ കാലം അതിൽ നിന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പോട്ട് ഏരിയയിലും നമുക്ക് വെക്കാൻ പറ്റും ഒരു അലോവേരയുടെ തൈ. അപ്പോൾ ഇതൊന്ന് ഇപ്പോൾ പൊട്ടിപ്പോയി, മാറ്റി നടുകയും വേണം. അപ്പോൾ നമുക്കിതിൻ്റെ റീപോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം. ശരിക്കും അലോവേര ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ നട്ട് വളർത്തുമ്പോൾ അതിന് വരുന്ന പല പല അസുഖങ്ങളും അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ വീഡിയോ ലെങ്തി ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം നോക്കിപ്പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ നമുക്ക് ഗാർഡൻ റിലേറ്റഡ് വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഇതെങ്ങനെയാണ് റീപോട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ആ പ്ലാന്റിൽ നിന്ന് ആ ഒരു പോട്ടിൽ നിന്ന് അത് വേർപെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേരുകൾ കുറച്ച് നല്ലോണം നീണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമില്ല. നമ്മൾ റീപോട്ട് ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള വേരുകൾ കട്ട് ചെയ്ത് കളയണം, റൂട്ട്സ്. പക്ഷേ അപ്പോൾ മെയിൻ റൂട്ട് കട്ട് ചെയ്യാതെ നോക്കണം കേട്ടോ, ശ്രദ്ധിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ഇതിലേക്കുള്ള പോട്ടിംഗ് മിക്സ്ചറൊക്കെ നോക്കാം. അപ്പോൾ പോട്ടിംഗ് മിക്സ്ചറായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നല്ല മണൽ കലർന്ന മണ്ണ് അല്ലെങ്കിൽ ചരൽ കലർത്തിയ മണ്ണ്, അതാണ് വേണ്ടത്. കറ്റാർവാഴ ഒരു സക്കുലൻ്റ് ആണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള പോട്ടിംഗ് മിക്സ്ചർ നമ്മൾ കൊടുക്കണം. പിന്നെ ചകിരിച്ചോറ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത്, കാരണം അത് വെള്ളം കെട്ടിക്കിടക്കുന്നതിന് കാരണമാവുകയും അങ്ങനെ നമ്മുടെ ചെടിയുടെ വേരടക്കം നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഈ പോട്ടിംഗ് മിക്സ്ചറിൽ ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് ഇത് എഗ്ഷെല്ലാണ്, മുട്ടത്തോട് ഉണക്കി പൊടിച്ച് എടുത്തു വെച്ചിരിക്കുന്നത്. അതും ചരലും കുറച്ച് ചാണകപ്പൊടിയും പിന്നെ നല്ല ഇളക്കമുള്ള മണ്ണും, ഇത്രയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ നടുമ്പോൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ അടിയിലൊരു ഓടിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ട് ആദ്യം ചരലുകളൊക്കെയാണ് ആദ്യം നിറയ്ക്കുന്നത്. കുറച്ച് വാട്ടർ ഡ്രെയിനേജ് ഉറപ്പാക്കാനാണ്. കുറച്ച് താഴത്തേക്ക് വേരുകൾ പോകുന്ന തരം ചെടിയാണ് കറ്റാർവാഴ. അപ്പോൾ കുറച്ച് ആഴമുള്ള തരം പോട്ട് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പകുതിയോളം നിറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏതൊരു ചെടിയാണെങ്കിലും നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഓരോ ചെടിയുടെയും പരിചരണം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓരോ പ്ലാന്റിനെയും അറിഞ്ഞതിന് ശേഷം നട്ട് വളർത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടികൾ നശിച്ചു പോകാതെ കുറേ കാലം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്ലാന്റ് കെയർ സീരീസിൽ 10-18 ചെടികളുടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മുൻപ്. അപ്പോൾ അതിൻ്റെത് ലിസ്റ്റെല്ലാം ഞാൻ പ്ലേ ലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഓരോ ചെടിയുടെയും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാണുക കേട്ടോ. അപ്പോൾ നമ്മളിത് പകുതി നിറച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് നല്ലവണ്ണം ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റ് ഇതിൽ വെച്ച് കൊടുക്കാം. ആദ്യം നടുവിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേരുകൾ മാത്രം മണ്ണിനടിയിൽ പോയാൽ മതി. ആ ഇലയോട് ചേരുന്ന ഭാഗത്തു നിന്ന് വല്ലാതെ മണ്ണും നനവും ഉണ്ടെങ്കിൽ നമ്മുടെ താഴത്തെ ലീഫുകൾ അങ്ങനെ നശിച്ചു പോകും. ഈ ചെടിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ താഴെയുള്ള ഇലകൾ മഞ്ഞച്ച് അല്ലെങ്കിൽ ഉണങ്ങിപ്പോയതിന് ശേഷം മുകളിലേക്ക് ഫ്രഷായി വരികയാണ് ചെയ്യുക സാധാരണ. പക്ഷേ എന്തെങ്കിലും ഒരു തരത്തിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ആ ചെടീനെ മുഴുവനായിട്ടും ബാധിക്കും. അപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ആ ലീഫും വേരും കൂടി ചേരുന്ന ഭാഗം കുറച്ച് ഒഴിവാക്കി കൊടുക്കണം. കുറച്ച് നന്നായിട്ട് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. കറ്റാർവാഴ പിടിച്ചു കിട്ടാൻ എളുപ്പമാണ്. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് പ്ലാന്റ് പിടിച്ച് കിട്ടും. പിന്നെ വെള്ളം ആദ്യമായിട്ട് ഒഴിക്കുമ്പോൾ ഫസ്റ്റ് ടൈം ഒഴിക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ പോട്ട് നിറയെ വെള്ളം ഒഴിക്കുക. എന്നിട്ടത് നല്ലപോലെ ഡ്രെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അത് ഏത് ചെടി നടുമ്പോഴും അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം. കറ്റാർവാഴ അതുപോലെ ലീഫ് കട്ട് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും അടിയിൽ നിന്നുള്ള ലീഫ് തൊട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് കൊണ്ട് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വേരിലേക്കൊക്കെ ഇലകളിൽ കൂടെ വേരുകളിലേക്കൊക്കെ ഇൻഫെക്ഷൻ ആവാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ചട്ടി തിരഞ്ഞെടുക്കുമ്പോഴും അതെ, ഓരോ ചെടിയുടെയും വലിപ്പം അനുസരിച്ച് വേണം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ കറ്റാർവാഴ പിടിച്ച് കിട്ടിയാൽ ഇൻഡോർ ആയിട്ടും വെക്കാം കേട്ടോ. ഇൻഡോർ എന്ന് വെച്ചാൽ വിൻഡോ സൈഡിലൊക്കെ വെക്കാം. ഒരുവിധം സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കണം, അല്ലെങ്കിൽ ചെടി മഞ്ഞച്ച് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നട്ടിട്ടുണ്ട്. പോട്ടിൻ്റെ പുറത്തുള്ള മണ്ണൊക്കെ തുടച്ച് കളഞ്ഞ് നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത്ര എളുപ്പമാണ് കറ്റാർവാഴയുടെ പരിചരണം. ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ വീടുകളിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇനി കറ്റാർവാഴ നട്ട് വളർത്താൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരാഴ്ചയോളം ഷെയ്ഡിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടില്ല, ചെടി ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.